ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ രാത്രി ഒടുവിലെത്തി. ലോകത്തിലെ കോടിക്കണക്കിന് ആരാധകരുടെ കണ്ണുകൾ ഒരേ വേദിയിലേക്ക്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ അർജന്റീന, മറുവശത്ത് യുവതാരങ്ങളുടെ കൊടുങ്കാറ്റായ സ്പെയിൻ. ഒരു തലമുറയുടെ അവസാന സ്വപ്നവും മറ്റൊരു തലമുറയുടെ തുടക്കവും നേർക്കുനേർ വന്ന രാത്രി. സ്റ്റേഡിയത്തിൽ സൂചി വീണാലും കേൾക്കാവുന്ന നിശബ്ദത. റഫറിയുടെ ആദ്യ വിസിൽ മുഴങ്ങിയതോടെ ലോകകപ്പ് ഫൈനൽ ആരംഭിച്ചു. ആദ്യ പകുതി മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്പെയിൻ പന്ത് കൈവശം വെച്ച് അവരുടെ പതിവ് പാസിംഗ് ഫുട്ബോൾ പുറത്തെടുത്തു. റോഡ്രി മധ്യനിരയിൽ കളിച്ചപ്പോൾ ഡാനി ഓൾമോയും പെഡ്രിയും അർജന്റീനയുടെ പ്രതിരോധത്തെ തുടർച്ചയായി പരീക്ഷിച്ചു. വലതുവശത്ത് ലാമിൻ യമാൽ ഓരോ തവണയും പന്ത് ലഭിക്കുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ ആവേശത്തിലായി. അദ്ദേഹത്തിന്റെ വേഗവും ഡ്രിബ്ലിങ്ങും നിരവധി അപകടകരമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ മറുവശത്ത് ലയണൽ മെസ്സി ശാന്തനായിരുന്നു. ഓരോ സ്പർശനത്തിലും എന്തെങ്കിലും മാന്ത്രികം സംഭവിക്കുമെന്ന പ്രതീക്ഷ. ജൂലിയൻ ആൽവാരസിനെയും എൻസോ ഫെർണാണ്ടസിനെയും ഉപയോഗിച്ച് അർജന്റീന തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും സ്പെയിൻ്റെ പ്രതിരോധ മതിലായ പൗ കുബാർസിയും ഐമറിക് ലപ്പോർട്ടും ഒരു പിഴവും വരുത്തിയില്ല. ആദ്യ പകുതിയിൽ എമിലിയാനോ മാർട്ടിനസ് നടത്തിയ നിർണായക സേവ് അർജന്റീനയെ മത്സരത്തിൽ നിലനിർത്തി. ആദ്യ 45 മിനിറ്റും ഗോൾ ഇല്ലാതെ അവസാനിച്ചെങ്കിലും കളിയുടെ നിയന്ത്രണം വ്യക്തമായി സ്പെയിനായിരുന്നു. രണ്ടാം പകുതിയിൽ അർജന്റീന കൂടുതൽ ആക്രമണ മനോഭാവത്തിലേക്ക് മാറി. മെസ്സി പന്തുമായി പിന്നിലേക്ക് ഇറങ്ങി കളി നിയന്ത്രിക്കാൻ തുടങ്ങി. ഒരു മനോഹര ത്രൂബോളിലൂടെ ആൽവരസിനെ കണ്ടെത്തിയെങ്കിലും സ്പാനിഷ് ഗോൾ കീപ്പർ അത് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. സ്പെയിൻ മറുപടിയായി വീണ്ടും ആക്രമണം ശക്തമാക്കി. നിക്കോ വില്യംസും യമാലും രണ്ട് വിങ്ങുകളിലൂടെ നിരന്തരം കുതിച്ചു കയറി. റോഡ്രിയുടെ കൃത്യമായ പാസുകൾ അർജന്റീനയെ പ്രതിരോധത്തിലേക്ക് മാത്രം ഒതുക്കി. അങ്ങനെ മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഓരോ ടാക്കിളും ഓരോ ക്ലിയറൻസും ഫൈനലിൻ്റെ ഭാരം വിളിച്ചോതുന്നതായിരുന്നു. 90 മിനിറ്റിലും ആരും ഗോൾ വഴങ്ങിയില്ല. ലോക ചാമ്പ്യനെ കണ്ടെത്താൻ മത്സരം അധിക സമയത്തേക്ക് നീങ്ങി. കളി തുടങ്ങിയതു മുതൽ അപകടകരമായ ടാക്കിളുകൾ ചെയ്ത അർജന്റീന താരങ്ങൾക്ക് മഞ്ഞക്കാർഡുകൾ ലഭിച്ചു. കൂടാതെ അപകടകരമായ ടാക്കിൾ ചെയ്ത എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് ലഭിക്കുകയും ചെയ്തു. ഡീപോളിനെ പോലെയുള്ള ചില താരങ്ങൾ കൂടി ചുവപ്പ് കാർഡ് അർഹിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങളാലും കാർഡ് കൊടുത്തില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമായി. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. ക്ഷീണം രണ്ട് ടീമുകളുടെയും മുഖത്ത് പ്രകടമായിരുന്നു. പക്ഷേ സ്പെയിൻ ഇപ്പോഴും ആക്രമണം നിർത്തിയില്ല. 106 മിനിറ്റിൽ നിക്കോ വില്യംസ് ഇടതുവശത്ത് നിന്ന് നടത്തിയ മുന്നേറ്റം പെഡ്രോ പോറോ കൃത്യമായ പാസ് നൽകി. നിക്കോ വില്യംസിൻ്റെ ഒരു ഹെഡർ പാസ് ഫെറാൻ ടോറസിൻ്റെ മുന്നിൽ. ഒരു നിമിഷം പോലും ആലോചിക്കാതെ മിന്നൽ വേഗതയിൽ ഫെറാൻ ടോറസ് അത് വലയിലെത്തിച്ചു. ഗോൾ! സ്റ്റേഡിയം മുഴുവൻ സ്പാനിഷ് ആരാധകരുടെ ആഘോഷം കൊണ്ട് വിറച്ചു. ബെഞ്ചിലുണ്ടായിരുന്ന ഓരോ താരങ്ങളും മൈതാനത്തേക്ക് ഓടിക്കയറി. ലോകകപ്പ് ഇനി സ്പെയിൻ്റെ കൈകളിലാണെന്ന് എല്ലാവരും വിധിയെഴുതി. ഗോൾ വഴങ്ങിയതിനു ശേഷം മെസ്സി തൻ്റെ അവസാന ശക്തിയും പുറത്തെടുത്തു. ഓരോ പാസും ഓരോ നീക്കവും പ്രതീക്ഷ നൽകി. പക്ഷേ കുബാർസിയും ലപ്പോർട്ടും മതിൽ പോലെ നിന്നു. എമിലിയാനോ മാർട്ടിനസ് അവസാന നിമിഷങ്ങളിൽ മുന്നിലേക്ക് വന്നു കയറിയെങ്കിലും സ്പെയിൻ ഒരവസരം നൽകിയില്ല. റഫറി അവസാന വിസിൽ മുഴക്കിയ നിമിഷം സ്പെയിൻ താരങ്ങൾ ആഘോഷത്തിൽ മുങ്ങി. മറുവശത്ത് മെസ്സി വീണ്ടും നിശബ്ദനായി നിന്നു. ലോകകപ്പ് വീണ്ടും കൈവിടുന്ന വേദന അർജന്റീനയുടെ മുഖങ്ങളിൽ വ്യക്തമായിരുന്നു. മത്സരം അവസാനിച്ചപ്പോൾ ആരാധകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം സ്കോർ ലൈൻ മാത്രമായിരുന്നില്ല. ലോക ചാമ്പ്യൻ അർജന്റീനയെ സ്പെയിൻ പൂർണ്ണമായും പൂട്ടിക്കെട്ടിയ രീതിയായിരുന്നു. മെസ്സിക്കോ അർജന്റീനയുടെ ആക്രമണ നിരക്കോ തുറന്ന അവസരങ്ങൾ സൃഷ്ടിക്കാൻ സ്പെയിൻ അനുവദിച്ചില്ല. പന്ത് കൈവശം വയ്ക്കുന്നതിലും ആക്രമണം ഒരുക്കുന്നതിലും കളിയുടെ വേഗം നിയന്ത്രിക്കുന്നതിലും സ്പെയിൻ വ്യക്തമായ മേൽക്കൈ പുലർത്തി. ഒരു ലോകകപ്പ് ഫൈനലിലെത്തിയ ടീം ഇങ്ങനെ നിസ്സഹായമായി കളിക്കുന്നത് ആദ്യ കാഴ്ചയായിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും ശക്തമായി ഉയർന്നു. ചില ആരാധകർ അർജന്റീന മുൻ മത്സരങ്ങളിൽ റഫറിയുടെ ചില തീരുമാനങ്ങളിൽ നിന്ന് നേട്ടം ലഭിച്ചിരുന്നുവെന്ന് ആരോപിച്ചിരുന്നു. അവർ വീണ്ടും റഫറിയുടെ സഹായമല്ല എതിരാളിയുടെ മികവാണ് നിർണായകം എന്ന അഭിപ്രായം പങ്കുവച്ചു. ഈജിപ്തിൻ്റെ ചില താരങ്ങൾ കുറിച്ചത് അതിലും രസകരമായ കാഴ്ചയായിരുന്നു. അവർ കുറിച്ചത് ഇങ്ങനെയാണ്: അർഹതയില്ലാതെ ഫൈനലിലെത്തിയാൽ ബോൾ തൊടാതെ തോൽക്കേണ്ടി വരും എന്ന ചില രസകരമായ സ്റ്റേറ്റ്മെൻറ്റുകളും പല മുൻ താരങ്ങളും പങ്കുവച്ചു. എന്നാൽ ഇതെല്ലാം ആരാധകരുടെയും മുൻ താരങ്ങളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. മത്സരഫലം നിയന്ത്രിച്ചത് ഔദ്യോഗികമായി സ്പെയിൻ്റെ മികച്ച പ്രകടനവും അർജന്റീനയെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അനുവദിക്കാത്ത അവരുടെ സംഘടിതമായ കളിയുമാണ്. അതിനാൽ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അവസാനമായി പറയുകയാണെങ്കിൽ ഒരു തലമുറയുടെ സ്വപ്നം അവസാനിച്ച രാത്രിയായിരുന്നു അത്. അതേസമയം മറ്റൊരു തലമുറ ലോക ഫുട്ബോളിൻ്റെ സിംഹാസനത്തിലേക്ക് കയറിയ രാത്രിയും.
സ്പെയിൻ കപ്പുയർത്തിയപ്പോൾ ആഘോഷം ആകാശം തൊട്ടു. അർജന്റീന തോറ്റെങ്കിലും അവരുടെ പോരാട്ട വീര്യം ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. എന്തായാലും 2026 ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ അർഹതയുള്ള കൈകളിലേക്ക് എത്തി. ഫുട്ബോളിന് വിജയം. ഫലം 1-0 ആയിരുന്നെങ്കിലും ഈ രാത്രി സ്കോർ ലൈൻ കൊണ്ടല്ല, അതിലെ വികാരങ്ങൾ കൊണ്ടാണ് ഫുട്ബോൾ ആരാധകർ എന്നും ഓർക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.